വിഷമിക്കണ്ട ഗംഗേച്ചി, വിനീതേട്ടനെ നാളെ അവര് വിടും. നമ്മള് വക്കീലിനൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ. വിനീതേട്ടന് അവർ തല്ലോ കാവേരി? ഇല്ലാന്ന് നിവിൻ മുകളിലുള്ള ഓഫീസേഴ്സിനോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിനീതേട്ടൻ ആരും തൊടില്ല. അവരൊക്കെ വേറെ സ്റ്റേഷനിലല്ലേ? അവരറിയാതെ ഇവിടെയുള്ളവര് വിനീതേട്ടനെ എന്തെങ്കിലും ചെയ്യോ? അങ്ങനൊന്നും ഉണ്ടാവില്ല ഗംഗേച്ചി. വിനീതേട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിചയം ഉണ്ടോന്ന് പോലും സംശയമോ കാവേരി? ഒരു പാവം അത്. നമുക്ക് പരിചയമുള്ള കാര്യങ്ങളൊക്കെ ആണോ ഗംഗേച്ചി നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതൊക്കെ? അതിനൊക്കെ നമ്മൾ അതിജീവിക്കുന്ന കരുതിയതാണോ? എന്നെ കല്യാണം കഴിച്ചതുകൊണ്ടല്ലേ കാവേരി വിനീതേട്ടന് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്? എന്തൊരു ശാപജന്മം എന്റേത്. പൊട്ടത്തരം പറയാതെ ഗംഗേച്ചി. വിനീതേട്ടൻ ഗംഗേച്ചിയെ കല്യാണം കഴിച്ചില്ലെങ്കിലും നമുക്കൊരു പ്രശ്നം വരുമ്പോ മുന്നിൽ കയറി നിന്നേനെ. നമുക്കൊരു കാര്യം ചെയ്യാം. വിശാല് യമുനെ തട്ടിക്കൊണ്ട് പോയതാണെന്നുള്ള കാര്യം പറഞ്ഞ് നാളെ സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കാം. കൂടുതൽ നടപടികളൊന്നും ഇല്ലാതെ വിനീതേട്ടനെ അവർ വിടും. വേണ്ട കാവേരി. സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോ വിനീതേട്ടൻ എന്നോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. യമുനയുടെ കാര്യമൊന്നും പോലീസിൽ പറഞ്ഞു കളയലെന്ന്. എന്റെ കാര്യം വിട്ടേക്ക്, എനിക്കിതൊന്നും പ്രശ്നമല്ല. യമുനയൊന്നും ഇങ്ങോട്ട് വലിച്ചഴിക്കരുത്. ഇവിടുത്തെ ചോദ്യം പറച്ചിലൊന്നും അവൾക്ക് താങ്ങാൻ പറ്റില്ലെന്ന് പാവം തോന്നിപ്പോയി കാവേരി എനിക്ക്. വാ ചേച്ചി, കിടക്കാം. എനിക്ക് ഉറക്കം വരുന്നില്ല മോളെ. ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ. നീ യമുനയുടെ അടുത്തേക്ക് ചെല്ല്. ഒരുപാട് അനുഭവിച്ചതല്ലേ പാവം. ഇപ്പോഴും അവിടെ ഒറ്റയ്ക്കിരിക്കുക. യമനെ, നീ കഴിച്ചില്ലല്ലോ മോളെ. എനിക്ക് വേണ്ട ചേച്ചി. മടങ്ങി വന്നിട്ട് നീ ഒന്നും കഴിക്കുന്നില്ലല്ലോ മോളെ. എപ്പോൾ കഴിക്കാൻ വിളിച്ചാലും വേണ്ടെന്ന് പറയുന്നു. ഇതിനു മുമ്പ് നീ എപ്പോഴാ ഭക്ഷണം കഴിച്ചെന്ന് പോലും അറിയില്ല. കഴിച്ച തൊണ്ടേന്ന് താഴോട്ട് ഇറങ്ങുന്നില്ല ചേച്ചി. വിനീതേട്ടനെ അവര് വിട്ടില്ലല്ലേ ചേച്ചി? നാളെ രാവിലെ വിടും മോളെ. നീ അതൊന്നും ആലോചിക്കണ്ട. നീ വന്ന് ഭക്ഷണം കഴിക്കുക. എനിക്ക് വേണ്ടിട്ടല്ലേ ചേച്ചി വിനീതേട്ടൻ? ഒരു തെറ്റും ചെയ്യാത്ത ആളല്ലേ ആ പാവം. വിനീതേട്ടനും തെറ്റ് ചെയ്തിട്ടില്ല, നീയും തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ മോളെ സങ്കടപ്പെടുന്നത്? കാവേരി ചേച്ചി പറഞ്ഞത് ശരിയാ. വിനീതേട്ടന് ഞാനും തെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങള് പക്ഷെ സങ്കടത്തിലും ദുരിതത്തിലുമാ. ഞങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് ചുറ്റുള്ളവരും സങ്കടപ്പെടുകയും കരയുകയും ചെയ്യുന്നു. പക്ഷെ തെറ്റ് ചെയ്ത ഒരാളുണ്ടല്ലോ ചേച്ചി, അവനെന്ത് ചെയ്യാ? ഒരു കടുകുമണിയുടെ സങ്കടം പോലും ഉണ്ടാവില്ലല്ലോ അവന്. അവൻ ജീവിതം ആഘോഷിക്കായിരിക്കും അല്ലേ? മോളെ, അവൻ അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാം. പക്ഷെ അതിന്റെ പേരിൽ നീ കൂടി ശിക്ഷിക്കപ്പെടരുതെന്ന് കരുതിയ നമ്മളൊരു പരാതി കൊടുക്കാത്തത്. എനിക്ക് നീതി കൂടുതൽ എന്ത് ശിക്ഷയാ ചേച്ചി? പോലീസുകാരുടെയും വക്കീലന്മാരുടെയും ഒക്കെ ചോദ്യങ്ങൾ, സമൂഹത്തിന്റെ വിചാരണ, സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ്മോർട്ടം, ഇതൊന്നും നിനക്ക് താങ്ങാൻ പറ്റില്ല എന്റെ മോൾ. മോളെ എന്തോ മോളെ, എന്താ അത്? ചേച്ചിക്ക് കാണണോ അതെന്താന്ന്? മോളെ,
സ്നേഹിച്ചതിനും വിശ്വസിച്ചതിനും വിശാല തന്ന സമ്മാന ചേച്ചി ഇത്.